നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് സൂപ്പർ താരം ലയണൽ മെസ്സി പുറത്തെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, അമേരിക്കൻ ലീഗിൽ വെച്ച് നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് കാൻസാസ് സിറ്റിയെ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത്. 70,000-ഓളം വരുന്ന ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മത്സരം അരങ്ങേറിയത്. മികച്ച പ്രകടനമാണ് ലയണൽ മെസ്സി മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടിയിരുന്നു. കിഡിലൻ അസിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കിഡിലൻ ലോങ് റേഞ്ച് ഗോളുമാണ് ലയണൽ മെസ്സി ഇപ്പോൾ ആ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ളത്. ഏതായാലും അർഹമായ ഒരു അംഗീകാരം ഇപ്പോൾ മെസ്സിയെ തേടിയെത്തിയിട്ടുണ്ട്. അതായത് പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം മെസ്സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാച്ച് ഡേയിലെ ഏറ്റവും മികച്ച MLS താരത്തിനുള്ള പുരസ്കാരം മെസ്സി കരസ്ഥമാക്കി കഴിഞ്ഞു. ഇക്കാര്യം MLS ഒഫീഷ്യലായി കൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആദ്യമായാണ് മെസ്സി MLS-ലെ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം സ്വന്തമാക്കുന്നത്. അതേസമയം ഈ സീസണിൽ 3-ാം തവണയാണ് ഇന്റർ മയാമി ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നത്. നേരത്തെ 2 തവണ ലൂയിസ് സുവാരസ് ഈ ഒരു പുരസ്കാരം തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ടീം ഓഫ് ദി വീക്കിലും ഇടം നേടാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച MLS-ൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് മെസ്സി തന്നെയാണ് എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, പരിക്ക് കാരണം പല മത്സരങ്ങളും മെസ്സിക്ക് ഈ സീസണിൽ നഷ്ടമായിരുന്നു. ആകെ 5 MLS മത്സരങ്ങളാണ് ഈ സീസണിൽ മെസ്സി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 5 ഗോളുകളും 2 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം ഇപ്പോഴും നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കണക്കുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.